എന്താ വെള്ളമൊക്കെ ഇട്ട് വെള്ള ഇത് രാത്രി കുടിക്കാനാണോ? ഈ ശീലമൊക്കെ ഇപ്പൊ തുടങ്ങി? അയ്യോ ഇത് എനിക്കല്ല, ഇത് സാമാനാണ്. മൂപ്പര് ഇപ്പൊ രാത്രി മൊത്തം സിനിമ ആണല്ലേ. അപ്പൊ എന്തായാലും സിനിമ ആണ്, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഒന്ന് പറയേ എന്തോന്നറി സാമാനെ ഇന്ന് ഏതാണ് സെക്കൻഡ് ഷോ? ആകാശഗംഗ. ഏത് പടം? ആകാശഗംഗ. അത് ഹൊറർ പടാണ്. എന്താ എന്താന്നാ അതൊക്കെ കണ്ടിട്ട് ഇവിടെ കിടന്നിട്ട് മുള്ളി വൃത്തികളൊക്കെ പിന്നെ ഞാൻ സഹിക്കണ്ടേ? എടാ അതൊക്കെ കണ്ട നീ ഇവിടെ കിടന്ന് ഉറങ്ങൂല. ഒന്നും കുഴപ്പമില്ല, ഞാൻ കണ്ടോളാം. യക്ഷി കാണിക്കുന്നുണ്ടോ? യക്ഷ എന്താ കോമഡി സ്കിറ്റാണ് കാണിക്കുന്നത്? ഇങ്ങനെ ചിരിക്കാൻ ഇത് കാണിക്കാനൊക്കെ കണ്ടവരെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? യക്ഷിയുടെ പിന്നെ സഹിക്കാറുണ്ട്. മോനെ ഇവിടെ എല്ലാം പൊടി പിടിച്ച് കിടക്കുവാണല്ലോടാ. എന്താ ചേച്ചി? മോനെ എനിക്കൊരു സഹായം ചെയ്യോ? അപ്പുറത്തെ മോളത്തെ കബോർഡ് ഒന്ന് വൃത്തിയാക്കണം. ഇന്നലെ ഒരു എലി ചാടിപ്പോയടാ അതുവഴി. ഞാനും കുറെ ആലോചിക്കുന്നത് ക്ലീൻ ചെയ്യണമെന്ന്. അവന്മാര് കുരങ്ങന്മാര് സഹായിക്കാനും വരില്ല. വാ നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം. വാ വാ. സത്യം പറഞ്ഞ ചേച്ചി നമ്മ ഇത്രയും പൊടി ഇവിടെ ഞാൻ വിചാരിച്ചില്ലട്ടോ. ഞാനും വിചാരിച്ചില്ല മോനെ. താമസമാക്കിയതിനു ശേഷം ഇതുവരെ തൂത്തു കാട്ടിട്ടില്ലേ? എല്ലാം കൂടി ഒതുക്കി കൂട്ടിട്ട് പെട്ടെന്ന് താമസം തുടങ്ങിയല്ലേ. മക്കൾക്ക് ബുദ്ധിമുട്ടായ ഇനി ചേച്ചി തുടങ്ങണം. കുഴപ്പമില്ല, ഞാൻ തന്നെ ചെയ്തോളാം. എവിടെ എടുത്ത് ഇനി നമുക്ക് ലക്ഷ്മി മോളുടെ റൂമിലോട്ട് പോവാം. വാ ചലോ ചലോ. വീണ്ടും പൊടി. പേടിപ്പിക്കാൻ മനസ്സിലാ. അത് നീ വേണ്ടി ഞാനാ പേടിച്ചത്. അയ്യോ കണ്ണാണല്ല. ഏത് കണ്ണാ? കണ്ടിട്ട് ഏതാണോ തോന്നണേ? എടതാ എനിക്ക് നോക്കട്ടെ നോക്കട്ടെ. ഊതി തരാം മിണ്ടായി. അതെ പല്ല് തേപ്പൊരു ശീലമാക്കുന്ന വളരെ നല്ലതായിരിക്കും. സത്തില്ല. എന്താണ് നീ ഇവിടെ നിന്റെ കൂടെ മോളിൽ ഇങ്ങോട്ട്? എന്താണ് ഇതാരാണ്? അപ്പൊ നിന്റെ അല്ലേ? ഇതേതോ പെൺകുട്ടിയാണ്. ഒരു കത്ത്. കത്താ? മലയാളമാണ്. നീ ഒന്ന് വായിച്ചേ. സാർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ തന്നെ കാശ് കൊടുത്ത് കുറച്ച് ആളുകളെ നമ്മുടെ ആൾക്കാരായിട്ട് ഏർപ്പാടാക്കാം. അപ്പൊ നമ്മുടെ ആളുകൾ തന്നെ അവരുടെ ഇടയിൽ നിന്ന് കേറി വരണം. മനസ്സിലായില്ല. അതായത് സാർ ഒരു ദിവസം സാധാരണ ഇറങ്ങുന്ന പോലെ വീട്ടിൽ നിന്ന് കാറുമായിട്ട് പുറത്തിറങ്ങുന്നു. സാറിങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോ അവിടെ റോട്ടിൽ നിൽക്കാണ് കാല് വയ്യാത്തൊരു അമ്മൂമ്മ. അപ്പൊ ഞാൻ അവരെ എടുത്ത് പോക്കി. എടുത്ത് പൊക്കരുത്, അവരെ വെറുതെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചാൽ മതി. അത് മതി. അപ്പൊ അപ്പുറത്തെത്തുമ്പോ അവര് സാറിന്റെ മുഖത്ത് നോക്കിയിട്ട് തീരാത്ത നന്ദിയുണ്ട്, സാർ ഒരു മഹാനുഭാവനുമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. അപ്പൊ സാർ ഇതൊന്നും അറിയാത്ത പോലെ അപ്പുറത്തുനിന്ന് വേറൊരാളെ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതെടുത്ത് ടിക്ടോക്കിലിടും. പിന്നെ നമ്മൾ അതിനോട് ഒരു പാട്ട് പോലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഏതാ പാട്ട്? ടോവിനോടെ സിനിമയിലെ നെഞ്ചോരം പൊന്നോളം ചെലേറും കനവുകളും ഒരു അത് മതി. അല്ല നമ്മൾ ടിക്ടോക്കിൽ ഇടുമ്പോ ഇവള് പാടിയല്ല, നന്നായിട്ടുള്ള പാട്ടാണ്. അപ്പം അതങ്ങ് പിന്നെ ആരെങ്കിലും എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നു, പിന്നെ എന്താ പറയാ അവിടെ നിന്ന് ആരെങ്കിലും എടുത്ത് വാട്സാപ്പ് അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് വൈറലാവല്ലേ, ഇൻസ്റ്റാ. പക്ഷേ ഇതിപ്പോ ആരും ഷെയർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സാർ നമ്മൾ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്യില്ലേ? ഓക്കെ. പക്ഷെ അപ്പൊ അമ്മൂമ്മ നേരത്തെ റോഡ് സൈഡിൽ അവരോ ലോട്ടറി വിളിച്ച് വീട്ടിൽ പൊക്കളും വഴി അറിയാലോ. ഇതൊക്കെ വർക്കാവുമല്ലോ അല്ലേ? സാർ എന്താ ഇത്ര സംശയം? ഞങ്ങളെ വിശ്വാസമില്ലേ സാറിന്? അല്ല ഞാനിപ്പോ എന്താ ചെയ്യണ്ട? സാറിപ്പോ ഒന്നുമില്ല, ഫേസ്ബുക്ക് എടുക്കുക, ഒരു ലൈവ് പോവാ. ഓക്കെ.
പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ ചിരിച്ചോണ്ട് പോരുത്, നല്ല ശോകം വരുന്നുണ്ട് സാർ മുഖത്ത്. അയ്യോ എന്താന്നറിയില്ല, എന്റെ മുഖത്ത് ശോകം വരില്ല. സാറിന്റെ ചെമ്മീൻ ബിസിനസ് പൊളിഞ്ഞു കേട്ടൂലോ. അയ്യോ എപ്പോ? ആ ഇത് മതി ഇത് മതി, ഇത് കറക്റ്റാ. ഇതാണ് ചിരിക്കരുത്. സാർ അപ്പം ലൈവ് പോവാം. പോലെ ഓക്കെ. അല്ല വിഷയം എന്തായിരുന്നു? വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മാണ സഹായം. നിർമ്മാണ സഹായം. യെസ്. സാർ പാവം ശോകം. നീ ഒന്ന് വായിച്ചേ. എല്ലാ കുറ്റവും എൻ്റേത് മാത്രം. ഒരുപാട് സ്നേഹിച്ചു പോയി, പക്ഷേ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളുടെ ആ വലിയ സന്തോഷത്തെയും ആശ്വാസത്തെയും ഇല്ലാതാക്കിയ ഞാൻ ഇവിടെ നിൽക്കാനോ മാപ്പ് ചോദിക്കാനോ പോലും അവകാശമില്ലാത്തവളാണ്. എങ്കിലും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു. എന്നെ വെറുക്കരുത്, എന്നോട് ക്ഷമിക്കുക. ഞാനും അധികം താമസിയാതെ നിന്റെ ഓർമ്മകൾ മാത്രം നിലനിൽക്കുന്ന ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി ഞാൻ പുറത്തു വരും എന്ന് സ്വന്തം പേരെഴുതിയിട്ടില്ല. അയ്യോ ഇത് കണ്ടിട്ടുണ്ടോ? വിശപശകാണ് സംഭവം എന്ന് വെച്ചാ എടാ ഇത് ആത്മഹത്യ കുറിപ്പാണടാ. ബോക്സ് എനിക്കറിയില്ലടാ. ഈ പറയണ പോലെ ഞാനും അധിക ദിവസം അവിടെ താമസിച്ചിട്ടില്ല. കൂടിപ്പോയ 1 മാസം. അത് കഴിഞ്ഞപ്പോ നീ എന്നെ വിളിച്ച് വീട് വാടകയ്ക്ക് ചോദിച്ചില്ലേ? ആണോ? അല്ല ചേച്ചി, ഇത് ആരുടെന്ന് ചേച്ചി വാങ്ങിച്ചത്? അത് ഗൾഫിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ. അല്ല അവരെന്തിനാ വീട് വിറ്റെന്നറിയോ? അതിപ്പോ അവരുടെ ആകെ ഉണ്ടായ ഒരു മകള് മരിച്ചുപോയി. പിന്നെ എല്ലാരും ഇവിടുന്ന് എല്ലാം വിറ്റ് ഫാമിലി ആയിട്ട് ഗൾഫിൽ സെറ്റിലായി. എന്തായാലും നല്ല വില കുറച്ചാ കിട്ടിയത്. ശരി ചേച്ചി. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാ, ചിലപ്പോ എന്റെ തോന്നലായിരിക്കും, രാത്രി സമയങ്ങളിൽ ചിലപ്പോ കിച്ചൺ ഭാഗത്തുനിന്ന് ചില സൗണ്ട് കേൾക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ലല്ലോ? ഏയ് ഞങ്ങക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി ചേച്ചി. സെറ്റാണ്. ദീപു ഒരുത്തൻ എന്റെ കമന്റ് ബോക്സ് കയറി എന്നെ തെറി പറയുന്നു. അത് നോക്കണ്ട സാർ, അത് കാര്യമാക്കണ്ടേ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരുടെയും അപ്പന്റെ സ്വത്തല്ലേ, അതിനകത്തൊക്കെ സ്വാഭാവികമാണ്, കുഴപ്പമില്ല. എനിക്കതൊന്നുമല്ല ടെൻഷൻ. അത് ശ്രദ്ധിക്കണ്ട, വിട്. എന്താ ടെൻഷൻ എന്ന് പറഞ്ഞു? എടോ ഞാൻ ഈ ഭവന നിർമ്മാണ സഹായം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? സാർ ഇപ്പൊ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞെന്താ, പ്രളയബാധിതർക്ക് വീട് വെച്ച് കൊടുക്കും. അതെ. ഏത് പഞ്ചായത്തിലെ ഏത് വാർഡിലെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത പോലെ തന്നെ നടക്കും. എന്നാലും നമ്മളൊരു കാര്യം നടത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ശത്രുക്കള്. അത് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അല്ല, അത് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് സാർ കൊടുക്കുന്നത്? അത് വല്ലവരും നടത്താറുണ്ടോ? എന്നിട്ട് അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഒന്നും പേടിക്കണ്ട. എനിക്കെന്തോ ഒരു ഡൗട്ട്, ഇതൊക്കെ വർക്ക്ഔട്ട് ആവും. ഞാനിപ്പോ ഈ ഫേസ്ബുക്ക് ലൈവ് പോലെ ആരെങ്കിലും കണ്ടു കാണും? എന്റെ സാറേ, അതിപ്പോ വൈറലായിണ്ടാവും. ലക്ഷ്മി, എനിക്കെന്തോ ഒരു വിശ്വാസമല്ല. മാത്തൻ സാറല്ലേ? പ്രമിത അല്ലേ? സെൽഫി. ഞാനിവിടേക്ക് വരാറുണ്ട്. ഞാൻ മാഡത്തിന്റെ വലിയ ഫാനാണ്. ഞാൻ മാത്തൻ സാറിന്റെ വലിയൊരു ഫാനാണ്. എപ്പോ? സാറല്ലേ ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാന്ന് ലൈവില് വന്നത്? അയ്യോ, അത് ഈ സാറാണ്. സാറിന് പാവപ്പെട്ടവരെ സഹായിക്കാന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു ഹോബിയാണ്. ആണോ? സാറിനെ പോലുള്ളവരാണ് ശരിക്കും ഈ നാടിന്റെ ഹീറോസ്. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ചെല്ലട്ടെ? ശരി, ഓക്കേ. ബൈ ബൈ പ്രമിത. അയ്യോ ദീപു, താൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാനങ്ങ് വൈറലായില്ലേ? പിന്നല്ല. കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇത്രയും റെസ്പോൺസ് ആയിരുന്നെങ്കിൽ അപ്പൊ ശരിക്കും വീട് കൊടുത്ത് എന്തായിരിക്കും സ്ഥിതി? സാറിനെ പിന്നെ പിടിച്ചാ കിട്ടില്ല. എന്നാ പിന്നെ നമുക്ക് ആ വീട് വെച്ചേക്കാം. ഞാൻ ഒന്ന് പോയിട്ട് വരാം, ഒരു മിനിറ്റ്. സാറ് പിന്നെ വലിയ ആളായി കഴിഞ്ഞാൽ ഞങ്ങളെ മറക്കരുത് കേട്ടാ. സാറിന്റെ കൂടെ ഞങ്ങളാ ഉണ്ടായിരുന്നത്. ലക്ഷ്മി, എന്താ സാർ? താങ്ക് യു. താങ്ക്സ് ഒക്കെ എന്തിനാ? ഇതിനൊക്കെ അല്ല ഫ്രണ്ട്സ്. പിന്നെ ഇതുപോലെ ഇങ്ങോട്ടും ഫ്രണ്ടിന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരും. ആ ഹെൽപ്പ് എന്താണെന്ന് എനിക്കറിയാം. ഹെൽപ്പ് ചെയ്തിരിക്കും. ഒന്ന് വാടാ, വെറുതെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇത് നീ അവനും കൂടെ ഉണ്ടാക്കിയ സംഭവമല്ലേ, അല്ലാണ്ട് ലോകത്ത് സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയാനൊന്നുമില്ല. എടി ഞങ്ങളെന്തിനാ നിന്നെ പറ്റിക്കുന്നത്?
അത് ഞാൻ എന്തായാലും ടിക്കറ്റ് ആ സിനിമ മൊത്തം കണ്ടില്ലേ, അപ്പോൾ നിനക്ക് ഞാൻ ഒന്ന് പേടിപ്പിക്കണം. ഇടക്കണം. അപ്പം ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. നീ വേണേ ബേബിച്ചിട്ട് ചോദിക്കും. ആ പറഞ്ഞാലേ ബേബിച്ചിയുടെ ബേബിച്ചിക്ക് പനിയാന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയി വീട്ടിൽ. ഓ, പക്ഷേ എനിക്കിപ്പോഴത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല. ഇടെൻ്റെ അമ്മയാണ് സത്യം. എന്തിനാ സൂയിസൈഡ് ചെയ്ത്? ആർക്കറിയാം. ഈ ലെറ്ററൊക്കെ വായിച്ചിട്ട് ലവ് ഫെയിലിയർ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പ്രീ ചേച്ചി വിളിച്ച് ചോദിച്ചപ്പോഴാണ് സംഭവമൊക്കെ അറിയുന്നത്. പിന്നെ ഈ പെണ്ണിന്റെ ആത്മാവ് അടുക്കളയിലുണ്ടെന്നാണ് പറയുന്നത്. എടാ അതെ, എന്തോ പോലെ. എന്തോ പോലെ? ഇവിടെ നമ്മളെ കൂടാതെ വേറെ ആരോടും കൂടി ഉള്ളത് പോലെ. എടാ നിനക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട്. വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞോളൂ, പേടിയില്ലെന്ന് പറഞ്ഞില്ലല്ലോ. നിനക്കിപ്പോ എന്താ പ്രശ്നം? ഡേ ലക്കി, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്തു പറയണ്? എന്ത് ചെയ്തു പച്ച മലയാളത്തിൽ പറഞ്ഞ പോക്കൃത്തരം. നമ്മൾ നമ്മളുടെയും അയാളുടെയും ലാഭത്തിന് വേണ്ടി നാട്ടുകാരെ മുഴുവൻ പറ്റിക്കല്ലേ. എടാ ലക്കി, ഈ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞാലേ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ സെന്റിമെന്റ്സ് എടുത്തിട്ടാണ് നമ്മൾ കളിക്കുന്നത്. എടാ അതിന് അയാൾക്ക് നമ്മളിപ്പോ അയാളുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇയാളെ പോലെ അല്ല, കയ്യിൽ കാശുള്ള എത്രയോ പേര് ഈ നാട്ടില് പുറത്ത് ആരെയും അറിയിക്കാതെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നറിയോ. ആയിരിക്കാം, പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാൾക്ക് റോഡിൽ ഒരാൾ മരിച്ചു കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ടൈപ്പ് മനുഷ്യനാ. അങ്ങനെയുള്ള ആളെ കൊണ്ട് നമ്മൾ 2 കുടുംബങ്ങൾക്ക് വീട് വെപ്പിച്ചു കൊടുക്കണില്ലേ? മനസ്സറിഞ്ഞ് ചെയ്യണ കാര്യമില്ലെങ്കിലും അതിലൊരു നന്മയില്ലേ? നീ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷെ എന്താണെന്നറിയോ, നീ ഈ ജോലി എൻജോയ് ചെയ്യുന്നുണ്ട്. എന്റെ കാര്യം അങ്ങനെയല്ല. നിനക്കിപ്പോ എന്താ പ്രശ്നം? ഈ ജോലി വേണ്ടേ? ഈ ജോലി ശമ്പളം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഒരു കംഫർട്ട് സോണിലായി കഴിഞ്ഞാൽ എൻ്റെ എഴുത്തും പരിപാടിയൊക്കെ വെള്ളത്തിലാവും. ഞാൻ നാട്ടിൽ നിന്ന് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപേക്ഷിച്ച് വന്നത്, അതിനൊന്നും ഒരു അർത്ഥമില്ലാണ്ടാവും. ഡിഐജി, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം എടുത്തേ പറ്റൂ. അപ്പൊ നിനക്ക് കംഫർട്ടബിൾ ആവണ പോലെ ചെയ്യണം അല്ലേ? അതെ. ഇതെന്താണ്? എന്താ വല്ല പനി പിടിച്ച തണുപ്പാണോ? സാം എന്താ പറ്റിയെന്ന്? എടാ നിന്നോടാ ചോദിക്കുന്നത്. എന്ത് പറ്റി സാമോനെ? തലയിൽ വല്ല ചക്കയോ മാങ്ങയോ വല്ല വീണോ? അതാവുന്നല്ല, വേറെന്തോ ഉണ്ട്. വാ നമുക്ക് അകത്തോണ്ടേ കിടത്താ. വാ വാ വാ, എനിക്ക് ഇങ്ങോട്ട് വാ. എന്താടാ അകത്തെന്താ? എന്താ ഡാവി, ഇവനെന്താ പറ്റിയ? എടാ ഇവൻ മിണ്ടുന്നില്ലടാ. ഇവന് മിണ്ടണില്ലടാ. നീ എന്താടി കാണിക്കുന്നത്? വിനാഗിരി പൂജിച്ച ചരട് വീടിൻ്റെ വടക്ക് ഭാഗം നോക്കി കെട്ടണം. പിന്നെ ഈ വെള്ളം വീടിൻ്റെ അകം മുഴുവൻ തളിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിയ ചെയ്ത് തീരുന്നത് വരെ ഒരാളും ഒരക്ഷരം മിണ്ടരുത്. നിന്നോടൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? എന്താണ് കാര്യം? എന്താണ് പറഞ്ഞോടാ. കുറെ നേരെ രണ്ടു കൂടെ എന്താ കാര്യം വെച്ചാ പറ. ഇത് മണിച്ചിത്രത്താഴിന്റെ കഥയല്ലേ? തേങ്ങ അതിലെവിടെയാടാ ഫോട്ടോയും കത്തൊക്കെ?
അതെ, ഈ മണിച്ചിത്രത്താഴ് എഴുത്തുകാരന്റെ ഭാവനയിൽ മാത്രം ഉണ്ടായ കഥയൊന്നുമല്ല. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മധുമുട്ടത്തിന്റെ വീടിനടുത്തുള്ള ഒരു പഴയ വീട്ടിൽ ശരിക്കും സംഭവിച്ച കഥയാണ്. പല ഇന്റർവ്യൂലും അത് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. പിന്നെ തൽക്കാലത്തേക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് കണിയാൻ പറഞ്ഞത്. ഓ എനിക്ക് പേടിയൊന്നുമില്ല. അത് ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. ലക്കി, എടി ലക്ഷ്മി, എന്താടാ? ഒന്നുമില്ല. നീ പേടിക്കണ്ട, തൽക്കാലത്തേക്കുള്ളതൊക്കെ ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ശരിക്കും പേടിയൊന്നുമില്ല, പക്ഷേ ബൂസ്റ്റ് കുടിക്കാത്തതുകൊണ്ട് എന്തോ പോലെ. നീ എനിക്കൊരു ഗ്ലാസ് ബൂസ്റ്റ് ഉണ്ടാക്കി തരുമോ? ഇപ്പോൾ DIGയോട് പോയി ചോദിക്കാൻ പറ്റില്ല, അവനെ തല്ലിക്കൊല്ലും. സാമേ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞ നീ ആരോടും പറയരുത്. എന്താണ്? ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയില്ലേ, അത് വേറെ ആരുമല്ല, ഞാനാ. ഇല്ലട്ടാ, അതറിഞ്ഞ് കോളേജിൽ നിന്ന് പോയപ്പോ സങ്കടം കൊണ്ട് എഴുതിയതാ ഞാൻ. വേദനയായിരിക്കും. ആദ്യം അവിടെ കിടന്ന് പേടിച്ച് എന്തൊക്കെ കാട്ടുകുട്ടിയെ നീ കണ്ട? നിരീശ്വര ആദ്യം DIG വരെ പേടിച്ചു പോയി. അപ്പൊ നീയാ? എനിക്ക് പിന്നെ പണ്ടേ പേടിയാണല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരോട് പോയി പറയാം. വേണ്ട, അവർ കുറച്ചേരം പേടിച്ചിരിക്കട്ടെ. ഇത് ഞാൻ അന്ന് പോയപ്പോ ഹിമാലയത്തിൽ പോയി എടുത്തതാ. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? വല്ല കഴിക്കണ്ടേ? നീ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്? അല്ല, ഇപ്പം 2 മുട്ട പൊരിച്ചാലും ചോറുണ്ണാം. അല്ല, പക്ഷെ ആരെ അടുക്കളയിൽ പോയിട്ട് അത് ഉണ്ടാക്കുന്നതാണ്. ഇനി പഴയ പോലെ പേടിക്കണ്ട, നമ്മളെ കണിയിൽ നിന്ന് വെള്ളമൊക്കെ കൂടെ തെളിച്ചല്ലേ. കുഴപ്പമില്ലല്ലേ? ഇല്ലെന്ന് തോന്നണം. തോന്നണ? അപ്പൊ നിനക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നീ പേടിക്കണെങ്കിൽ വന്നേ. അല്ല, എന്താ ശബ്ദം? എനിക്കറിയാം, നീ നോക്ക്. എനിക്ക് പേടിയാണ്. ചാവുകയാണ് ഒറ്റ പ്രയോഗത്തിന്. മനുഷ്യൻ വെറുതെ പേടിച്ചു, വെറുതെ മറ്റേ കുട്ടീനെ സംശയിച്ച്. അല്ലെങ്കിൽ ഭൂതം പ്രയൊന്നുമില്ലല്ലോ DIG. പിന്നെ ഈ ഭൂതം പറയുന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞ സങ്കല്പങ്ങളാണ്. ഇനി പാദങ്ങളൊക്കെ ഉണ്ട് തന്നെ വെച്ചോ, നമ്മളെ പോലെ ആത്മധൈര്യമുള്ളവരവർക്ക് പേടിയാണ്. ഇത് മറ്റേ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. ഞാൻ തോന്നുന്നത് പേടിയുള്ള പ്രേതങ്ങള്. പേടിയുള്ള പ്രേതങ്ങള്. അപ്പം ഞാൻ ഈ അടുക്കളയിൽ എത്ര ആള് പല പല കാര്യങ്ങൾ ചെയ്തല്ലേ, എന്നെ ഇതുവരെ ഒരു പ്രേതം പേടിപ്പിച്ചിട്ടില്ല. അതിനിവ ശക്തികളെ ചെറുക്കും. ഇല്ല, കണിയാനെ മരണം വരെ പോരാടും. കണിയാൻ ചോദിച്ചതാ. സാമേ, അവന്മാരുടെ ബോധം പോയടാ. മുഖത്തുറച്ച് വെള്ളമൊഴിച്ച് എണീപ്പിച്ചിട്ട് സത്യം പറയാം, വെറുതെ പനി പിടിപ്പിക്കണ്ട. എന്നാ വാ. ശൂരവീര പരാക്രമങ്ങളിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. എന്നാലും പ്രീതി ചേച്ചി പറഞ്ഞ ആ കുട്ടി ഏതായിരിക്കും? മതിയട സാമേ. ഞാനല്ല. പ്രീതി ചേച്ചി കുട്ടി. അതിനിപ്പോ ശരിക്കും നല്ല കുട്ടിയാന്നാ പ്രീതി ചേച്ചി പറഞ്ഞത് അല്ലേ? ഇനിയിപ്പോ അതോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളായിട്ടൊക്കെ നല്ല സ്നേഹത്തിലായിരിക്കും. അതെ അതെ, ഉപദ്രവിക്കൂല. എവിടെയാണോ അല്ലേ? അപ്പോ ഗോവയിൽ എത്ര ദിവസം കാണും? അവിടെ ഒരു 10 ദിവസം കാണും, പിന്നെ നേരെ മുംബൈക്ക്, അവിടെ ഒരു 5 ദിവസം. അല്ല, മുംബൈയിലേക്കാണെങ്കിൽ മീനാക്ഷിയെ കാണാമല്ലോ.
അവിടെ ചെല്ലുമ്പോ വിളിച്ചു നോക്കും, പറ്റിയാ കാണും. പ്രമിത സമ്മതിക്കോ? പോടാ ലക്കി, വേവാ. ദാ വരുന്നു. നീ ഇതെവിടെ പോണ്? ഞാൻ നാട്ടിലേക്ക് പോടാ. ആ, അതൊരു കഥ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അവിടെ പറമ്പിലെ കാര്യമൊക്കെ ഞാൻ ചെല്ലാതെ ആകെ ആരംഭമായി കിടക്കാം. അപ്പോൾ ഒന്ന് പോയി അതൊക്കെ നോക്കി. ദാ പോവാ. ആ, ഇറങ്ങായോ? ബൈ. ടാറ്റാ. bye. അവി, DIG, ആ? I will miss you guys. എന്ത് സെന്റിയുടെ ഇത്? ആ, നീയും. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് വരാനുള്ളതല്ലേ? എടാ അവള് വേണമെന്ന് പൊട്ടിക്കരട്ടവള്. സത്യം പറയടാ, നിന്റെ അടുത്ത കഥയിൽ ഇങ്ങനത്തെ ഒരു സീനില്ലേ? ഓ, അപ്പൊ റെഫറൻസ് എടുക്കായിരുന്നല്ലേ? വണ്ടി കയറാ, താടി. താടി. യെസ്, ലെറ്റ്സ് ഗോ. ബൈ. എടീ, ഈ വാതിൽ ആരടയ്ക്കും? നീ പോയി അടയ്ക്കും. നിനക്ക് ഇതൊക്കെ നടച്ചൂടെ? ചെല്ലു, പോയി അടക്കി, ഉത്തരവാദിത്തമില്ലാത്തവൻ. ഓ, വേഗം വാ.